ഗുഡ് മോർണിംഗ്. എന്താണ് പരിപാടി? ഇന്ന് എനിക്ക് 2 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് മലയാളം പിന്നെ ഒന്ന് സയൻസുമാണ്. അപ്പം അതിന് ഞാൻ അതെല്ലാം എടുത്ത് വെച്ച് കാണിച്ചു ചെയ്തതാണല്ലേ. ശനിയും ഞായറും ഇരുന്നിട്ടുള്ള പരിപാടിയായിരുന്നു. എന്താണ് ഫ്രൈഡേ വന്നിട്ട് തന്നെ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്ത് പകുതി എത്തി. സീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ് അമ്മി സയൻസ് പ്രോജക്റ്റ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. നിങ്ങൾ വിചാരിക്കും അമ്മയോ അച്ഛനോ ആരെങ്കിലും എന്താണ് ഹെൽപ്പ് ചെയ്ത്. സത്യം പറ. അല്ല, ഞാൻ ഈ സീഡ്സ് ഒക്കെ എടുത്തു പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല. ഒരു ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല. ഇത് ഞാനൊരു ആമീൻ്റെ സ്വന്തം ഐഡിയയിൽ ആമി ചെയ്തതാണ് അല്ലേ. ഞാൻ പ്രിൻട്രസ്റ്റിൽ നോക്കിയിട്ടില്ല. ചെയിന്, ചുറ്റി, ഇയറിങ്സ്, പിന്നെ ഒരു ബാംഗിൾ. ഇതൊരു ജ്വല്ലറിയാണ്. നമ്മളെ മെയിനാണ്. ഇത് കണ്ടാലാണ് നിങ്ങൾ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഹെൽപ്പ് ചെയ്യാതെ ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ കുറെ മിസ്റ്റേക്കുകളുണ്ട്. അതെ, പക്ഷെ ഭംഗിയൊക്കെ ഉണ്ട്, കാണാൻ രസമുണ്ട്. ഇത് ബെല്ലാണോ ഇതൊന്നാണ്? അല്ല, ഇതിനെന്താ പറയാ, ഉലുവയോ? അല്ല സോറി, ഞാൻ എന്താ പറയാന്ന് നിന്നോട് ചോദിക്കാം. ഉലുവ, പിന്നെ ഒരു ഉഴുന്ന്, പിന്നെ ചെറുപയർ, ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നിങ്ങളോട് സീഡ്സ് വെച്ചിട്ടാ ചെയ്യാൻ പറഞ്ഞേ. ആ ഓക്കെ. പിന്നെ കടലുണ്ട് കേട്ടോ. കടല 3 പക്ഷെ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒറ്റക്ക് ചെയ്താണ്. അപ്പൊ ഇതായിരുന്നു ആമീൻ്റെ ഈ ഒരു സാറ്റർഡേ സൺഡേ ഉള്ള പ്രൊജക്റ്റിന്റെ പരിപാടി അല്ലേ. ഓക്കെ, രസമുണ്ട് കാണാൻ. ഞാൻ വിചാരിച്ചു ഇതിലും കൂടെ ചെയ്യാം. അപ്പോൾ ഓക്കെ. പിന്നെ വേറെ ഏതാ ഉള്ളത്? ഇന്നെല്ലാം മലയാളമാണ്. മലയാളം ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. മലയാളം ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പം എന്താണ്, ഞാൻ ഇത് വെറുതെ കൊണ്ടുപോയത് എങ്ങനെ പറയാണ്, ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഞാൻ ഒരു ഷീറ്റ് ചെയ്ത് വെച്ചു, മലയാളം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വരച്ചതാണ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തതാണ്. ഈ തത്തേനെ വരച്ചിട്ട് വേറൊരു പേപ്പറിൽ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചു അല്ല, വേറൊരു A4 ഷീറ്റിലാണ് വരച്ചത്. എന്നിട്ടാണ് ഇതിൽ ചെയ്തത്. പിന്നെ തത്ത ഒരു ഭംഗിയുള്ള പക്ഷിയാണ്. ഇതിൻ്റെ തുവലുകൾ പച്ച നിറവും ചുണ്ടിന് ചുവന്ന നിറവുമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കട്ടെ, ഒറ്റയ്ക്ക് ചെയ്താണ്. അതെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണേ? അല്ലെ, ഈ ഫ്രണ്ട്സ് വിചാരിക്കും ഞാൻ എൻ്റെ ഹെൽപ്പ് ചെയ്തതാണെന്ന്. അപ്പം നിനക്കൊരു വിഷമം വരും. ഞാൻ സ്വന്തം ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞതല്ലേ. ഇങ്ങനെയാണ് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ റീൽസിൽ തത്ത വരയ്ക്കുന്ന ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചത്. ഓക്കെ. ഇതൊക്കെയാണ് സ്കൂളിലേക്കുള്ള പ്രൊജക്റ്റും പരിപാടി അല്ലേ. ഇന്ന് ഉണ്ടാക്കി തരുന്നത്, ഇന്ന് നിനക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട്. പിന്നെ അതുപോലെ നിന്റെ സ്ഥിരം ദോശ. പിന്നെ ഇതാ നിനക്ക് വേണ്ടിയിട്ട് ചിക്കൻ വരട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നിന്റെ സ്ഥിരം ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നിനക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ചെയ്തത്.